നമസ്കാരം സുഹൃത്തുക്കളെ, എന്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷിതം എഡ്യൂടെക്. മിഷൻ 10th പ്രിലിംസിന്റെ അടുത്ത ക്ലാസ് ആണ്. അപ്പോ ഇതുവരെ നമ്മൾ 3 ക്ലാസ്സുകൾ ചെയ്തിട്ടുണ്ട്. ക്ലാസ്സുകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നോ? മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അഭിപ്രായം താഴെ നിന്ന് കമന്റ് ചെയ്തിരിക്കുക. കൂടാതെ വീഡിയോസ് ഒക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ മാക്സിമം കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യുക. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോയാലോ? 2025 PSC ചോദിച്ച 10th പ്രിലിംസ് ചോദ്യങ്ങളാണ്. 10th പ്രിലിംസ് പരീക്ഷയിലെ ചോദ്യങ്ങളാണ്. ആദ്യത്തെ ചോദ്യം: തമിഴ്നാട്ടിലെ നെയ്വേലിയിൽ നിന്നും ലഭിക്കുന്ന ഇന്ധനക്ഷമത കുറഞ്ഞ കൽക്കരി താഴെ പറയുന്നതിൽ ഏതാണ്? SCERT ഫാക്റ്റും കൂടെയാണ്. ലിഗ്നൈറ്റ് ആണ് തമിഴ്നാട്ടിലെ നെയ്വേലിയിൽ നിന്നും ലഭിക്കുന്ന ഇന്ധനക്ഷമത കുറഞ്ഞ കൽക്കരി. എന്താണ് കൽക്കരി? ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ഭൂമിക്കടിയിൽ അകപ്പെട്ടു പോയ മരങ്ങളും സസ്യങ്ങളും ഒക്കെ അഴുകി ചൂടും മർദ്ദവും കാരണം രൂപപ്പെടുന്ന ഫോസിൽ ഇന്ധനം. അതാണ് അടുത്ത പോയിന്റ്. ഫോസിൽ ഇന്ധനമാണ് കൽക്കരി അഥവാ കോൾ. അപ്പൊ കൽക്കരിയിൽ പ്രധാനമായിട്ടും അടങ്ങിയിരിക്കുന്നത് എന്താണ്? കാർബൺ എന്ന മൂലകമാണ്. അപ്പൊ കാർബണിന്റെ അളവനുസരിച്ചാണ് കൽക്കരിയുടെ ഗുണനിലവാരം നിശ്ചയിക്കുന്നത്. കാർബണിന്റെ അളവ് കൂടുമ്പോൾ ഇന്ധനക്ഷമത അഥവാ ഫ്യൂവൽ എഫിഷ്യൻസിയും കൂടും. അപ്പൊ കാർബണിന്റെ അളവനുസരിച്ച് കൽക്കരിയെ 4 രൂപങ്ങളായിട്ട് തരംതിരിക്കാം. അല്ലെങ്കിൽ കൽക്കരിയുടെ പ്രധാനപ്പെട്ട 4 രൂപങ്ങൾ ഏതൊക്കെയാണ്? ഈ തന്നിരിക്കുന്നത് തന്നെയാണ്. ആന്ത്രസൈറ്റ്, ബിറ്റുമിനസ്, ലിഗ്നൈറ്റ്, പീറ്റ്. ആന്ത്രസൈറ്റ്, ബിറ്റുമിനസ്, ലിഗ്നൈറ്റ്, പീറ്റ്. ആന്ത്രസൈറ്റ്, ബിറ്റുമിനസ്, ലിഗ്നൈറ്റ്, പീറ്റ് എന്നിവയാണ് കൽക്കരിയുടെ പ്രധാനപ്പെട്ട 4 രൂപങ്ങൾ. അപ്പൊ ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കട്ടെ. ഏറ്റവും മികച്ച ഗുണനിലവാരമുള്ള കൽക്കരി ഏതാണ്? 4 ഓപ്ഷൻസ് ആണ്. പീറ്റ്, ആന്ത്രസൈറ്റ്, ബിറ്റുമിനസ്, ലിഗ്നൈറ്റ്. ഇതിൽ ഏതാ ഏറ്റവും മികച്ച ഗുണനിലവാരമുള്ള കൽക്കരി? താഴെ ഒന്ന് കമന്റ് ചെയ്യാമോ? ഒരു ക്ലൂവും കൂടെ തരാം. ഇതില് കാർബണിന്റെ ഏകദേശ അളവ് ഒരു 86% മുതൽ 97% വരെ കാർബൺ അതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. ഇനി ലോകത്ത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന കൽക്കരി ഏതാണെന്ന് ചോദിച്ചാൽ അത് ബിറ്റുമിനസ് കോൾ ആണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന കൽക്കരി ഏതാണ്? ബിറ്റുമിനസ് ആണ്. ബ്രൗൺ കോൾ എന്നറിയപ്പെടുന്ന കൽക്കരി ഏതാണ്? ലിഗ്നൈറ്റ്. അതും പ്രീവിയസ് ആണ്. ബ്രൗൺ കോൾ എന്നറിയപ്പെടുന്ന കൽക്കരി ഏതാണ്? ലിഗ്നൈറ്റ്. ഏകദേശം 25% മുതൽ 35% വരെയാണ് കാർബൺ അടങ്ങിയിരിക്കുന്നത്. ഇന്ത്യയിൽ തമിഴ്നാട്ടിലെ നെയ്വേലിയിലാണ് കൂടുതലായിട്ടും ലിഗ്നൈറ്റ് കാണപ്പെടുന്നത്. ഇവിടെ തന്നെയുള്ള, അതായത് നെയ്വേലിയിൽ തന്നെയുള്ള പ്രധാനപ്പെട്ട ഒരു സ്ഥാപനമാണ് NLC. കേട്ടിട്ടുണ്ടോ? NLC, നെയ്വേലി ലിഗ്നൈറ്റ് കോർപ്പറേഷൻ. ആ പേര് തന്നെ ഉണ്ടല്ലോ, നെയ്വേലി ലിഗ്നൈറ്റ് കോർപ്പറേഷൻ. കൽക്കരി രൂപപ്പെടുന്നതിന്റെ ഏറ്റവും ആദ്യത്തെ ഘട്ടം ഏതാണെന്ന് ചോദിച്ചാൽ പീറ്റ് ആണ്. കാർബണിന്റെ അളവ് ഏറ്റവും കുറവേതിനകത്ത പീറ്റില്. അപ്പൊ കൽക്കരിയെ പറ്റി ഇനി ചോദിക്കുന്ന ചോദ്യങ്ങളെല്ലാം കിട്ടുമല്ലോ അല്ലെ? എപ്പോഴും ഈ ചോദ്യം ചോദിക്കാറുണ്ട്. അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ? അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ VFA ഡേറ്റ് വന്നത് അറിഞ്ഞായിരുന്നോ? ഞാൻ ഇന്നലെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. സെപ്റ്റംബർ മാസത്തിലെ കലണ്ടർ വന്നിട്ടുണ്ട്. സെപ്റ്റംബർ 19 VFA പരീക്ഷ നടക്കാനിരിക്കുകയാണ്. ഏകദേശം ഒരു 2.5 മാസത്തോളം നിങ്ങൾക്ക് ടൈം ഉണ്ട്. അപ്പോൾ ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഒറ്റ പരീക്ഷയേ ഉള്ളൂ. ദൃഢനിശ്ചയം എടുത്ത് ഇനി ഒരു ദിവസം പോലും നിങ്ങൾ ഉഴപ്പത്തില്ല എന്ന് പറഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും ജോലി കിട്ടുന്ന ഒരു പോസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ സപ്പോർട്ടും തരാൻ വേണ്ടിയിട്ട് പ്രിലിംസ് ആൻഡ് മെയിൻസ് ഇൻക്ലൂഡഡ് ബാച്ച് VFA ബെഫ്കോ LD കോംബോ ബാച്ച് ആണ്. VFAക്ക് പ്രിലിംസ് ഇല്ല, പക്ഷെ ബെഫ്കോയ്ക്ക് പ്രിലിംസ് ഉണ്ട്. 10th പ്രിലിംസിന്റെ കൂടെയാണ് ബെഫ്കോയുടെ പ്രിലിംസ് നടക്കുന്നത്. അപ്പൊ ഈ 2 പരീക്ഷയ്ക്കും വേണ്ടി നമ്മൾ ഒരൊറ്റ ഒരു ബാച്ച് VFA ബെഫ്കോ LD കോംബോ ബാച്ച് നിങ്ങൾക്ക് തരാൻ പോവാണ്. പ്രിലിംസ് മെയിൻസ് ഇൻക്ലൂഡഡ് ആണ്. ഈ വർഷം അവസാനം വരെ വാലിഡിറ്റി ഉള്ള കോഴ്സാണ്. ഫീസ് 1999 ആണ്. പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് ഓഫർ കിട്ടും. ഫ്ലാറ്റ് 10% ഓഫ്. ഏകദേശം ഒരു 200 രൂപയുടെ വ്യത്യാസമൊക്കെ വരും കേട്ടോ. മുഹറം എന്ന കൂപ്പൺ കോഡ് അപ്ലൈ ചെയ്താൽ മതി. 2 ദിവസം കൂടെ ഓഫർ ഉള്ളൂ. ജൂൺ 25, അതായത് ഇന്ന് രാത്രി. ഞാൻ നാളെയും കൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് തരാം. കാരണം VFA നിങ്ങൾ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നാളെയും കൂടെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് തരാം കേട്ടോ ഓഫർ. അപ്പൊ ഇന്നും നാളെയും കൂടെ ഓഫർ ഉള്ളൂ.
നാളെ രാത്രി 12 മണി വരെ ഓഫർ ഇടത്തുള്ളൂ. ഒരുപാട് പേര് VFAയുടെ ഡേറ്റ് വന്നപ്പോൾ വന്ന് ബാച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. സിലബസ് അനുസരിച്ച് ടൈം ടേബിൾ അനുസരിച്ചാണ് ഞാൻ ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്യുന്നത്. തിങ്കൾ മുതൽ വെള്ളി വരെ മാത്രമേ പഠിക്കാറുള്ളൂ. അത് ഞാൻ എപ്പോഴും അങ്ങനെ ഇടത്തുള്ളൂ. എല്ലാ ദിവസവും പഠിക്കാൻ തരത്തില്ല. തിങ്കൾ മുതൽ വെള്ളി വരെ പഠിക്കാൻ ഉള്ള പോർഷൻ കാണും. ശനി ഞായറും റിവിഷൻ, ഞായറാഴ്ച പരീക്ഷ. പിന്നെ ഫുൾ സിലബസ് കവറേജ് ആണ്. സ്പെഷ്യൽ ടോപ്പിക് ഉൾപ്പെടെ ഇംഗ്ലീഷ്, മാത്സ്, മലയാളം, മെന്റൽ എബിലിറ്റി, അതുപോലെ GK, കറണ്ട് അഫയേഴ്സ് എല്ലാം ഉണ്ടായിരിക്കും. NCERT ചാപ്റ്റർ ഉൾപ്പെടെ, പഴയ SCERT, പുതിയ SCERT, NCERT ചാപ്റ്റേഴ്സ് ഉൾപ്പെടെയാണ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. മുഹറത്തിന്റെ ഓഫർ നമ്മുടെ ഒട്ടുമിക്ക കോഴ്സുകൾക്ക് ഇപ്പോൾ അവൈലബിൾ ആണ്. വേരിയസ് LGSന്റെ പുതിയ ബാച്ചിലേക്ക് അഡ്മിഷൻ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ജൂലൈ 6 നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നു. LDCയുടെ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനൊക്കെ ഓഫർ അവൈലബിൾ ആണ്. ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ ലിങ്ക് ഫസ്റ്റ് കമന്റിൽ കൊടുത്തേക്കാമേ. അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. സാമൂഹിക പരിഷ്കർത്താക്കളും അവർ രൂപം നൽകിയ പ്രസ്ഥാനങ്ങളുമാണ് താഴെ നൽകിയിരിക്കുന്നത് തെറ്റായി രേഖപ്പെടുത്തിയിരിക്കുന്നത് കണ്ടെത്തുക. വാഗ്ഭടാനന്ദൻ ആത്മവിദ്യാ സംഘം ശരിയാണ്. VT ഭട്ടതിരിപ്പാട് യോഗക്ഷേമ സഭ ശരിയാണ്. കുമാരഗുരുദേവൻ സമത്വ സമാജമാണോ? അല്ല. പൊയ്കയിൽ അപ്പച്ചൻ അഥവാ പൊയ്കയിൽ യോഹന്നാൻ സ്ഥാപിച്ച പ്രസ്ഥാനം ഏതാണ്? PRDS. 6 തിരിച്ചിട്ടാൽ എന്താ? 9 അല്ലേ? അപ്പൊ വർഷം പഠിക്കാൻ എളുപ്പമാണ്. 1909. 1909 പത്തനംതിട്ടയിലെ ഇരവിപേരൂരിലാണ് PRDS പ്രത്യക്ഷ രക്ഷാ ദൈവസഭ ആര് സ്ഥാപിച്ചത്? കുമാരഗുരുദേവൻ സ്ഥാപിച്ചത്. അപ്പൊ സമത്വ സമാജം സ്ഥാപിച്ച വ്യക്തി ആരാ കുട്ടികളെ? വൈകുണ്ഠ സ്വാമികൾ. വർഷം ഏതാണ്? 1836. 1836 കന്യാകുമാരിയിൽ സമത്വ സമാജം സ്ഥാപിച്ചത് വൈകുണ്ഠ സ്വാമികളാണ്. കേരളത്തിൽ സ്ഥാപിതമായ ആദ്യത്തെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനമായിട്ട് കണക്കാക്കപ്പെടുന്നത് ഏതാണ്? സമത്വ സമാജമാണ്. വാഗ്ഭടാനന്ദൻ ആത്മവിദ്യാ സംഘം സ്ഥാപിച്ച വർഷം ഏതാ? 1917 ആത്മവിദ്യാ സംഘം വാഗ്ഭടാനന്ദൻ സ്ഥാപിച്ചത്. ഉണരുവിൻ അഖിലേശനെ സ്മരിപ്പിൻ എന്നത് ആത്മവിദ്യാ സംഘത്തിന്റെ പ്രധാനപ്പെട്ട മുദ്രാവാക്യമായിരുന്നു. ഇനി VT ഭട്ടതിരിപ്പാട് നമ്പൂതിരി സമുദായത്തിലെ അനാചാരങ്ങൾക്കെതിരെ പോരാടിയ നവോത്ഥാന നായകനാണ് VT ഭട്ടതിരിപ്പാട്. നമ്പൂതിരിമാരുടെ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിച്ച യോഗക്ഷേമ സഭയുടെ സജീവ പ്രവർത്തകൻ. സ്ഥാപകനല്ല, പക്ഷെ PSC എന്നാലും സ്ഥാപകൻ എന്നുള്ള രീതി കൊടുക്കാറുണ്ട്. പക്ഷെ സ്ഥാപകനല്ല അദ്ദേഹം ശരിക്കും, അല്ലെ സജീവ പ്രവർത്തകനാണ്. കൂടാതെ അതിന്റെ യുവജന പ്രസ്ഥാനത്തിന്റെ അമരക്കാരനും കൂടിയായിരുന്നു ആര്? VT ഭട്ടതിരിപ്പാട്. നമ്പൂതിരിയെ മനുഷ്യനാക്കുക എന്നതായിരുന്നു ഇതിലൂടെ ഇവർ ലക്ഷ്യം വെച്ചത്. അടുത്ത പണ്ഡിറ്റ് KP കറുപ്പൻ. അരയ സമുദായത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി അഖില കേരള അരയ സമാജം സ്ഥാപിച്ചത് ആരാണ്? പണ്ഡിറ്റ് KP കറുപ്പൻ. കേരള ലിങ്കൺ എന്നറിയപ്പെടുന്ന വ്യക്തി ആരാ? കേരള ലിങ്കൺ എന്നറിയപ്പെടുന്ന വ്യക്തി പണ്ഡിറ്റ് KP കറുപ്പനാണ്. അപ്പൊ നമുക്ക് ഓപ്ഷൻ എ വാഗ്ഭടാനന്ദനെ എടുത്താലോ. വാഗ്ഭടാനന്ദൻ ജനിച്ച വർഷം INC ഫോം ചെയ്ത അതേ വർഷം തന്നെ 1885 വാഗ്ഭടാനന്ദൻ ജനിച്ചത്. 1939 ഇദ്ദേഹം അന്തരിച്ചത്. ഇദ്ദേഹത്തിന്റെ യഥാർത്ഥ നാമം എന്തായിരുന്നു? വയലേരി കുഞ്ഞിക്കണ്ണൻ. വയലേരി കുഞ്ഞിക്കണ്ണൻ എന്നതായിരുന്നു വാഗ്ഭടാനന്ദന്റെ യഥാർത്ഥ നാമം. ഇദ്ദേഹത്തിന്റെ ഗുരുവാണ് പുരുഷസിംഹം എന്നറിയപ്പെടുന്ന ബ്രഹ്മാനന്ദ സ്വാമി ശിവയോഗി. മലബാറിലെ ശ്രീനാരായണ ഗുരു എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്? വാഗ്ഭടാനന്ദനാണ്. ഇദ്ദേഹത്തിന്റെ പ്രധാന മാസികകൾ ഏതൊക്കെയാ? ശിവയോഗ വിലാസം, അഭിനവ കേരളം, ആത്മവിദ്യാ കാഹളം, യജമാനൻ. യജമാനൻ എന്ന മാസിക ആരുടേതാണ്? വാഗ്ഭടാനന്ദന്റേതാണെന്ന് ഓർക്കുക. വാഗ്ഭടാനന്ദൻ യജമാനൻ എന്ന മാസിക ആരംഭിച്ചത് കോഴിക്കോട് നിന്നാണ്. വർഷം 1939. വാഗ്ഭടാനന്ദനാണ് പ്രീതി ഭോജനം. എല്ലാ ആൾക്കാർക്കും ഒരുപോലെ ഇരുന്ന് ആഹാരം കഴിക്കാൻ പറ്റിയ, ജാതി മത ഭേദമന്യേ എല്ലാവർക്കും വലിപ്പ ചെറുപ്പമില്ലാതെ ആഹാരം കഴിക്കാൻ പറ്റിയ പ്രീതി ഭോജനം സംഘടിപ്പിച്ചത് വാഗ്ഭടാനന്ദനാണ്. വർഷം എന്താണ്? 1927. ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അപ്പൊ നമ്മൾ കോഴ്സിന്റെ കാര്യം മറക്കരുതേ. ലിമിറ്റഡ് സീറ്റ് മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ താല്പര്യമുള്ളവർക്കൊക്കെ അഡ്മിഷൻ എടുക്കാവുന്നതാണേ. അടുത്ത ചോദ്യം,
ഇന്ത്യൻ സംസ്കാരത്തിൽ ആകൃഷ്ടയായി 1893 ഇന്ത്യൻ പൗരത്വം സ്വീകരിച്ച ഐറിഷ് വനിത ആരാണ്? ചോദ്യം കേട്ടപ്പോ തന്നെ മനസ്സിലായി കാണും. ഐറിഷ് വനിത ആരാ? മിസ്സസ് ആനി ബസന്റ് ആണ്. അയർലൻഡിൽ ജനിച്ച മിസ്സസ് ആനി ബസന്റ് 1893 ഇന്ത്യയിൽ എത്തിച്ചേർന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായ ആദ്യത്തെ വനിതയാണ് ആനി ബസന്റ്. ഏത് സമ്മേളനം? 1917 കൽക്കട്ട കോൺഗ്രസ് സമ്മേളനം. 1916 ഇന്ത്യയിൽ ഹോം റൂൾ ലീഗ് സ്ഥാപിച്ചത് ആരാണ്? മിസ്സസ് ആനി ബസന്റ് ആണ്. ന്യൂ ഇന്ത്യ, കോമൺവീൽ എന്നിവ ഇവരുടെ പ്രസിദ്ധമായ പത്രങ്ങളാണ് എന്നുകൂടി ഓർക്കുക. അപ്പൊ മിസ്സസ് ആനി ബസന്റ് ഇന്ത്യയിൽ ആദ്യമായി വന്ന വർഷം ഏതാ? 1893 ബനാറസിൽ സെൻട്രൽ ഹിന്ദു കോളേജ് സ്ഥാപിച്ചത് എന്നാണ് മിസ്സസ് ആനി ബസന്റ്? 1898 ആനി ബസന്റ് ഇന്ത്യയിൽ ഹോം റൂൾ ലീഗ് സ്ഥാപിച്ച വർഷം 1916. ഡേറ്റ് പറഞ്ഞാൽ ഓഗസ്റ്റ് മാസം 1. ഇനി ഓപ്ഷൻ എ നോക്കിക്കേ. അരുണ ആസഫ് അലി 1942 ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്നാണ് അരുണ ആസഫ് അലി അറിയപ്പെടുന്നത്. ഇനി ഓപ്ഷൻ ബി സരോജിനി നായിഡു ഇന്ത്യയുടെ വാനമ്പാടി അഥവാ നൈറ്റിംഗേൽ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ആരാണ്? സരോജിനി നായിഡു ആണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയ ആദ്യത്തെ ഇന്ത്യൻ വനിത കൂടിയാണ് സരോജിനി നായിഡു. അപ്പോൾ നിങ്ങളോടുള്ള ചോദ്യം താഴെ കമന്റ് ചെയ്യുക. സരോജിനി നായിഡു ആദ്യമായി INCയുടെ പ്രസിഡന്റ് ആയ വർഷം പറഞ്ഞേ, താഴെ നിന്ന് കമന്റ് ചെയ്തേ. കാൺപൂർ സമ്മേളനമായിരുന്നു. അപ്പൊ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയ ആദ്യത്തെ ഇന്ത്യൻ വനിത സരോജിനി നായിഡു ഏത് വർഷം? താഴെ കമന്റ് ചെയ്യാമോ? ഈസി അല്ലേ? ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്നു, ഭാരത കോകിലം എന്നറിയപ്പെടുന്നു. കോൺഗ്രസ് പ്രസിഡന്റ് ആയ ആദ്യ ഇന്ത്യൻ വനിതയാണ്. ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തിന്റെ ഗവർണർ പദവി വഹിച്ച ആദ്യത്തെ വനിത ആരാണ്? സരോജിനി നായിഡു ആണ്. ഏത് സംസ്ഥാനമാണ്? UP ആണ് കുട്ടികളെ, UP. സ്വതന്ത്ര ഇന്ത്യയിൽ പദവിയിലിരിക്കെ അന്തരിച്ച ആദ്യത്തെ ഗവർണർ കൂടിയാണ് സരോജിനി നായിഡു. ഓക്കെ. മരണാനന്തരം മകളായ പത്മജ നായിഡു പ്രസിദ്ധീകരിച്ച സരോജിനി നായിഡുവിന്റെ കൃതി ഏതായിരുന്നു? ദി ഫെദർ ഓഫ് ഡാൺ എന്ന കൃതി. ദി ഫെദർ ഓഫ് ഡാൺ. ഇന്ത്യയുടെ വാനമ്പാടി എന്ന സരോജിനി നായിഡുവിനെ വിശേഷിപ്പിച്ചത് ആരാണ്? മഹാത്മാ ഗാന്ധിയാണ്. മഹാത്മാ ഗാന്ധി. ഇനി ഓപ്ഷൻ സി മാഡം ഭിക്കാജി കാമ. ഭിക്കാജി കാമ ഇന്ത്യൻ വിപ്ലവത്തിന്റെ മാതാവ്, മദർ ഓഫ് ഇന്ത്യൻ റവല്യൂഷൻ. മദർ ഓഫ് ഇന്ത്യൻ റവല്യൂഷൻ എന്നറിയപ്പെടുന്ന മാഡം ഭിക്കാജി കാമയാണ്. വിദേശ മണ്ണിൽ ആദ്യമായി ഇന്ത്യൻ പതാക ഉയർത്തിയത് ആരാണ്? മാഡം ഭിക്കാജി കാമ 1907 ജർമ്മനിയിൽ സ്റ്റുട്ട്ഗർട്ടിലാണ്. ഓക്കെ, സ്റ്റുട്ട്ഗർട്ട്. ക്ലാസ് ഇരുന്ന് തന്നെ എല്ലാം പഠിക്കാൻ പറ്റുന്നുണ്ടോ? ഞാൻ അത്രത്തോളം സ്ട്രെസ് ചെയ്ത് പറയുന്നത് നിങ്ങളുടെ തലയിലേക്ക് അപ്പൊ തന്നെ കയറാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, സെറ്റ് അല്ലേ? അടുത്ത ചോദ്യം. നിസ്സഹരണ പ്രസ്ഥാനം നിർത്തിവെക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച സംഭവം ഏതാണ്? ചൗരി ചൗരയാണ്. ചൗരി ചൗര 1922 ഫെബ്രുവരി മാസം 5 ഉത്തർപ്രദേശിലെ ഗോരഖ്പൂർ ജില്ലയിലുള്ള ചൗരി ചൗരയിൽ ഈ ഒരു സംഭവം നടന്നത്. നിസ്സഹരണ പ്രസ്ഥാനത്തിൽ പങ്കെടുത്ത ഒരു കൂട്ടം ആളുകൾ പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച് തടയുകയും പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച് തീയിടുകയും 22 പോലീസുകാർ വെന്തു മരിക്കുകയും ചെയ്ത സംഭവമാണ് ചൗരി ചൗര സംഭവം. അഹിംസയിൽ വിശ്വസിച്ചിരുന്ന ഗാന്ധിജിയെ ഈ അക്രമ സംഭവം വല്ലാതെ വേദനിപ്പിക്കുകയും അങ്ങനെയാണ് 1920 ആരംഭിച്ച നിസ്സഹരണ പ്രസ്ഥാനം അഥവാ നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് 1922 ഇദ്ദേഹം പിൻവലിച്ചത്. അതിനെ ഒരു ദേശീയ ദുരന്തം, ഈ പിൻവലിച്ചതിനെ ഒരു ദേശീയ ദുരന്തം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? സുഭാഷ് ചന്ദ്രബോസ് ആണ്. ഓപ്ഷൻ എ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല 1919 ഏപ്രിൽ മാസം 13 പഞ്ചാബിലെ അമൃത്സറിലാണ് ഈ ഒരു ദാരുണ സംഭവം നടന്നത്. റൗലറ്റ് ആക്ടിനെതിരെ സമാധാനപരമായി പ്രതിഷേധിക്കാൻ ഒത്തുകൂടിയവർക്ക് നേരെ ജനറൽ ഡയർ വെടിവെക്കാൻ ഉത്തരവിടുകയായിരുന്നു. അതാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. അടുത്ത ഉപ്പു സത്യാഗ്രഹം 1930 മാർച്ച് മാസം 12 സബർമതി ആശ്രമത്തിൽ നിന്നും ആരംഭിച്ച് ഏപ്രിൽ മാസം 6 ദണ്ഡി കടപ്പുറത്ത് ഗാന്ധിജി ഉപ്പ് കുറുക്കി നിയമം ലംഘിച്ച ചരിത്ര സംഭവമാണ് ഇത് ഉപ്പു സത്യാഗ്രഹം.
ചമ്പാരൻ സത്യാഗ്രഹം എന്താണ്? 1917 ബീഹാറിലെ ചമ്പാരനിൽ ഇൻഡിഗോ അഥവാ നീലഞ്ചെടി കർഷകർക്ക് വേണ്ടി ഗാന്ധിജി നടത്തിയ സത്യാഗ്രഹമാണ് ചമ്പാരൻ സത്യാഗ്രഹം. ഇന്ത്യയിൽ ഗാന്ധിജിയുടെ ആദ്യത്തെ സത്യാഗ്രഹമായി കണക്കാക്കപ്പെടുന്നത് ഏതാണ്? ചമ്പാരൻ സത്യാഗ്രഹമാണ്. അപ്പൊ നമുക്ക് ഗാന്ധിജിയെ ഇങ്ങെടുത്താലോ? ഗാന്ധിജി ജനിച്ച വർഷം പറയൂ കുട്ടികളെ. 1869 ഗുജറാത്തിലെ പോർബന്ദറിൽ കരംചന്ദ് ഗാന്ധിയുടെയും പുതലിഭായിയുടെയും മകനായിട്ടാണ് മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയുടെ ജനനം. ഇദ്ദേഹം നിയമം പഠിക്കാൻ വേണ്ടി ഇംഗ്ലണ്ടിലേക്ക് പോയ വർഷം 1888. 1893 ദക്ഷിണാഫ്രിക്കയിലെ പ്രിട്ടോറിയയിലേക്കുള്ള യാത്രാമധ്യേ വർണ്ണവിവേചനത്തിന്റെ പേരിൽ പീറ്റർ മാരിറ്റ്സ്ബർഗ് റെയിൽവേ സ്റ്റേഷനിൽ ആരെ ഇറക്കിവിട്ടത്? ഗാന്ധിജിയെ ഇറക്കിവിട്ടത്. ഗാന്ധിജി തിരികെ ഇന്ത്യയിലേക്ക് വന്ന വർഷം 1915 ജനുവരി മാസം 9. ജനുവരി 9 പ്രവാസി ഭാരതീയ ദിവസമായിട്ട് ഇന്ത്യയിൽ ആചരിക്കുന്നത് എന്ന് കൂടി ഓർക്കുക. ജനുവരി 9 ദക്ഷിണാഫ്രിക്കയിൽ നിന്നും ഇന്ത്യയിലേക്ക് ആര് മടങ്ങിയെത്തി? ഗാന്ധിജി മടങ്ങിയെത്തി. 1917 ബീഹാറിലെ ചമ്പാരനിൽ നീലം തൊഴിലാളികൾക്ക് വേണ്ടി ഗാന്ധിജി തന്റെ ആദ്യത്തെ സത്യാഗ്രഹം ഇരുന്നത് ചമ്പാരൻ സത്യാഗ്രഹം. ഇദ്ദേഹം ആദ്യത്തെ നിരാഹാര സമരം ഇരുന്നതോ അത് 1918 അഹമ്മദാബാദിലെ മിൽ തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹം ആദ്യത്തെ നിരാഹാര സമരം ഇരുന്നത്. ഖേദ സത്യാഗ്രഹവും സെയിം വർഷം തന്നെയാണ്, 1918. തുടർന്നുള്ള പോയിന്റ്സ്, ഗാന്ധിജിയെ കുറിച്ചുള്ള പോയിന്റ്സ് ഇനിയും വരുന്ന ക്വസ്റ്റ്യൻസിലൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, പറഞ്ഞുകൊണ്ട് നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാൻ പറ്റത്തില്ല. അപ്പൊ നമുക്ക് അത് ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തിട്ട് നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഓക്കെ, അടുത്ത ചോദ്യം. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിക്കപ്പെട്ട ഭരണാധികാരി ആരാണ്? ബഹദൂർ ഷാ രണ്ടാമനാണ്. ബഹദൂർ ഷാ സഫർ. ഇന്ത്യയിലെ അവസാനത്തെ മുഗൾ ചക്രവർത്തിയാണ് ആര്? ബഹദൂർ ഷാ രണ്ടാമൻ. 1857 കലാപകാരികൾ ഡൽഹി പിടിച്ചെടുത്ത ശേഷം ഇദ്ദേഹത്തെയാണ് ഇന്ത്യയുടെ ചക്രവർത്തിയായി അഥവാ ഷഹൻഷാ ഈ ഹിന്ദായിട്ട് പ്രഖ്യാപിച്ചത്. കലാപത്തെ തുടർന്ന് ബ്രിട്ടീഷുകാർ ഇദ്ദേഹത്തെ എങ്ങോട്ടേക്കാണ് നാട് കടത്തിയത്? റംഗൂൺ അഥവാ മ്യാൻമറിലേക്ക് ആണ് നാട് കടത്തിയത്. അവിടെ വെച്ചാണ് ഇദ്ദേഹം മരണപ്പെട്ടത്. ഇനി ഓപ്ഷൻ എ നോക്കിക്കേ. നാനാ സാഹിബ് കാൺപൂരിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ് നാനാ സാഹിബ്. ഇദ്ദേഹത്തിന്റെ യഥാർത്ഥ പേരെന്താണ്? ദോണ്ടു പന്ത് എന്നതാണ്. ദോണ്ടു പന്ത് എന്നതാണ് നാനാ സാഹിബിന്റെ യഥാർത്ഥ നാമം. ഓപ്ഷൻ ബി താന്തിയ തോപ്പിയാണ്. നാനാ സാഹിബിന്റെ വിശ്വസ്തനായ സൈന്യാധിപനായിരുന്നു ആര്? താന്തിയ തോപ്പി. ഇദ്ദേഹത്തിന്റെ യഥാർത്ഥ പേരെന്താ? രാമചന്ദ്ര പാണ്ഡുരംഗ് എന്നതായിരുന്നു. താന്തിയ തോപ്പിയുടെ യഥാർത്ഥ നാമം. കാൺപൂരിലും ഗ്വാളിയോറിലുമാണ് ഇദ്ദേഹം ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയത്. ഇനി ഓപ്ഷൻ സി മണികർണിക. റാണി ലക്ഷ്മിഭായ്. ഝാൻസിയിൽ കലാപത്തിന് നേതൃത്വം നൽകി റാണി ലക്ഷ്മിഭായ്. 1857 കലാപകാരികളിൽ ഏറ്റവും മികച്ചതും ധീരയുമായ സൈനിക നേതാവായിരുന്നു റാണി ലക്ഷ്മിഭായ്. മണികർണിക എന്നതാണ് യഥാർത്ഥ നാമം. 1857 കലാപകാരികളിൽ ഏറ്റവും മികച്ചതും ധീരയുമായ സൈനിക നേതാവ് എന്ന് ബ്രിട്ടീഷ് ജനറൽ ഹ്യൂഗ്രോസ് ആരെയാണ് വിശേഷിപ്പിച്ചത്? റാണി ലക്ഷ്മിഭായ് അഥവാ ഝാൻസി റാണിയെയാണ് വിശേഷിപ്പിച്ചത്. അടുത്ത ചോദ്യം. ലോക്മാന്യ എന്ന് ജനങ്ങൾ ആദരവോടെ വിളിച്ച സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്? ലോക്മാന്യ ബാലഗംഗാധര തിലക്. അപ്പൊ ജനങ്ങളാൽ അംഗീകരിക്കപ്പെട്ടവൻ എന്നതാണ് ലോക്മാന്യ എന്ന പദത്തിന്റെ അർത്ഥം. ജനങ്ങളാൽ അംഗീകരിക്കപ്പെട്ടവൻ എന്നതാണ് ലോക്മാന്യ എന്ന പദത്തിന്റെ അർത്ഥം. സ്വരാജ്യം എന്റെ ജന്മാവകാശമാണ്, ഞാനത് നേടുക തന്നെ ചെയ്യും. ദാറ്റ് ഈസ് സ്വരാജ് ഈസ് മൈ ബർത്ത് റൈറ്റ് ആൻഡ് ഐ ഷാൽ ഹാവ് ഇറ്റ് എന്ന് പറഞ്ഞത് ആരാണ്? ബാലഗംഗാധര തിലകാണ്. മറാഠി ഭാഷയിൽ ഇദ്ദേഹം ആരംഭിച്ച പത്രം കേസരി. ഇംഗ്ലീഷ് ഭാഷയിൽ ഇദ്ദേഹം ആരംഭിച്ച പത്രം മൊറാത്ത എന്ന പത്രം. ഗണപതി ഉത്സവം, ശിവജി ഉത്സവം എന്നിവ സംഘടിപ്പിച്ചത് ആരാണ്? ആദ്യമായിട്ട് ബാലഗംഗാധര തിലകാണ്. അടുത്തത് ലാൽ ബാൽ പാൽ കൂട്ടുകെട്ടിനെ കുറിച്ച് കൊടുത്തിട്ടുണ്ടോ? ലാൽ ബാൽ പാൽ എന്ന് പറയുമ്പോഴത്തേക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ തീവ്രവാദി വിഭാഗ നേതാക്കൾ ലാലാ ലജ്പത് റായ്, ബാലഗംഗാധര തിലക്,
ബിപിൻ ചന്ദ്രപാൽ. ബിപിൻ ചന്ദ്രപാൽ ആണ് ഓപ്ഷൻ ബി. ഇന്ത്യയിലെ വിപ്ലവ ചിന്തകളുടെ പിതാവ്, ഫാദർ ഓഫ് റെവല്യൂഷണറി തോട്ട് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ബിപിൻ ചന്ദ്രപാൽ. ലാലാ ലജ്പത് റായ്, പഞ്ചാബ് കേസരി എന്നറിയപ്പെടുന്ന വ്യക്തി അഥവാ ലയൺ ഓഫ് പഞ്ചാബ് എന്നറിയപ്പെടുന്ന ലാലാ ലജ്പത് റായ് ആണ്. സൈമൺ കമ്മീഷനെതിരെയുള്ള ലാത്തി ചാർജിലാണ് ആര് കൊല്ലപ്പെട്ടത്? ലാല എന്ന് ഓർത്താൽ മതി. ലാലാ ലജ്പത് റായ്. ഓപ്ഷൻ ഡി ഗോപാലകൃഷ്ണ ഗോഖലെ. മഹാത്മാഗാന്ധിയുടെ രാഷ്ട്രീയ ഗുരു ആയിരുന്നു ഗോപാലകൃഷ്ണ ഗോഖലെ, പൊളിറ്റിക്കൽ ഗുരു ഓഫ് മഹാത്മാഗാന്ധി. 1905 സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി സ്ഥാപിച്ചത് ആരാണ്? ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. സെറ്റല്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സിന്റെ സ്ഥാപകൻ ആര്? SCERT ഫാക്ട് ആണ്. അബനീന്ദ്രനാഥ ടാഗോർ ആണ്. അബനീന്ദ്രനാഥ ടാഗോർ ആണ് ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സിന്റെ സ്ഥാപകൻ. 1907 കൽക്കത്തയിലാണ് ഈ ഒരു പ്രസ്ഥാനം സ്ഥാപിച്ചത്. അബനീന്ദ്രനാഥ ടാഗോറും അദ്ദേഹത്തിന്റെ സഹോദരനായ ഗഗനേന്ദ്രനാഥ ടാഗോർ, ഗഗനേന്ദ്രനാഥ ടാഗോറും ചേർന്നിട്ടാണ് ഈ ഒരു പ്രസ്ഥാനം സ്ഥാപിച്ചത്. പാശ്ചാത്യ ചിത്രകലാ ശൈലികളിൽ നിന്നും മാറി തനതായ ഇന്ത്യൻ ചിത്രകലാ രീതികളെയും പാരമ്പര്യത്തെയും പ്രോത്സാഹിപ്പിക്കുക എന്നതായിരുന്നു ഇതിന്റെ ലക്ഷ്യം. ഇനി ബംഗാൾ സ്കൂൾ ഓഫ് ആർട്സിന്റെ പ്രധാന ശില്പികളിൽ ഒരാൾ കൂടിയായിരുന്നു ആര്? അബനീന്ദ്രനാഥ ടാഗോർ. ഇദ്ദേഹത്തിന്റെ പ്രശസ്തമായ ചിത്രങ്ങളിൽ ഒന്നാണ് ഭാരത് മാത എന്ന ചിത്രം വരച്ചത് ആരാണ്? അബനീന്ദ്രനാഥ ടാഗോർ ആണ്. വരച്ചത് വർഷം 1905. സ്വദേശി പ്രസ്ഥാനമൊക്കെ നടക്കുന്ന വർഷം. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ വലിയൊരു ഊർജം നൽകാൻ ഈ ഒരു ചിത്രത്തിന് സാധിക്കുകയും ചെയ്തു. ഇനി ഓപ്ഷൻ എ നോക്കിക്കേ. രാജാ രവിവർമ്മ ചിത്രകാരനാണ്. ആധുനിക ചിത്രകലയുടെ പിതാവ്, ഫാദർ ഓഫ് മോഡേൺ ഇന്ത്യൻ ആർട്ട് എന്നറിയപ്പെടുന്ന ആരാണ്? രാജാ രവിവർമ്മ. യൂറോപ്യൻ ചിത്രകലാ ശൈലിയും അതുപോലെ ഇന്ത്യൻ ഇതിഹാസ കഥാപാത്രങ്ങളെയും ഒക്കെ കോർത്തിണക്കിയാണ് ഇദ്ദേഹം ചിത്രങ്ങൾ വരച്ചിരുന്നത്. ഹംസദമയന്തി, ശകുന്തള ഇവയൊക്കെ ഇദ്ദേഹത്തിന്റെ പ്രശസ്തമായ ചിത്രങ്ങളാണ്. തിരുവനന്തപുരം ജില്ലയിലെ കിളിമാനൂർ കൊട്ടാരത്തിലാണ് ആര് ജനിച്ചത്? രാജാ രവിവർമ്മ ജനിച്ചത് എന്നുകൂടി ഓർക്കുക. ഓപ്ഷൻ സി രവീന്ദ്രനാഥ ടാഗോർ ആണ്. സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ച ആദ്യത്തെ ഏഷ്യക്കാരനാണ് ഇദ്ദേഹം. 1913 ഇദ്ദേഹത്തിന് നൊബേൽ സമ്മാനം ലഭിച്ചത്. ഏത് കൃതിക്ക്? ഗീതാഞ്ജലി, ലിറ്ററേച്ചറിനുള്ള നൊബേൽ സമ്മാനം ഗീതാഞ്ജലി എന്ന കൃതിക്കാണ് ലഭിച്ചത്. ഇന്ത്യയുടെയും ബംഗ്ലാദേശിന്റെയും ദേശീയ ഗാനങ്ങൾ രചിച്ചത് ആരാണ്? രവീന്ദ്രനാഥ ടാഗോർ ആണ്. വിശ്വഭാരതി സർവകലാശാലയുടെ സ്ഥാപകൻ ആരാണ്? രവീന്ദ്രനാഥ ടാഗോർ. ഓപ്ഷൻ ഡി സത്യേന്ദ്രനാഥ ടാഗോർ. ഇന്ത്യൻ സിവിൽ സർവീസിൽ ICS ഇന്ത്യൻ സിവിൽ സർവീസിൽ പ്രവേശിച്ച ആദ്യത്തെ ഇന്ത്യക്കാരൻ ആരാണെന്ന് ചോദിച്ചാൽ ആരാ? സത്യേന്ദ്രനാഥ ടാഗോർ ആണ്. വർഷം കൂടി ഓർക്കുക, 1863. ഇദ്ദേഹവും രവീന്ദ്രനാഥ ടാഗോറും തമ്മിലൊരു റിലേഷൻ ഉണ്ട്. എന്താണെന്നറിയാവോ? രവീന്ദ്രനാഥ ടാഗോറിന്റെ മൂത്ത സഹോദരൻ കൂടിയാണ് സത്യേന്ദ്രനാഥ ടാഗോർ. ഇവരുടെയൊക്കെ പിതാവിന്റെ പേരെന്താ? ദേവേന്ദ്രനാഥ ടാഗോർ. ഓക്കെ, സെറ്റ് അല്ലേ? അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഞാൻ പറഞ്ഞ കോഴ്സിന്റെ കാര്യം ഒന്നും മറന്നു പോകരുത്. LDC, LGS എല്ലാ യൂണിഫോം പോസ്റ്റ്, എല്ലാ ഡിഗ്രി ലെവൽ പോസ്റ്റുകളൊക്കെ നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് കോഴ്സുകളൊക്കെ പർച്ചേസ് ചെയ്യാം. മുഹറത്തിന്റെ ഓഫറും അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാമോ? മാക്സിമം എല്ലാവരിലേക്ക് എത്തിക്കുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ലൈക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാം പ്രിപ്പറേഷൻ. ഗോഡ് ബ്ലെസ് യു ഓൾ. Thank you.